ഹലോ, ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് മടിയുണ്ടായിരുന്നു എണീക്കാൻ. അപ്പം ഞാനിന്ന് 7 o'clock എണീച്ചത്. എണീച്ച് കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കുമ്പോൾ നല്ല മഴ. അപ്പോൾ ആ മഴയൊക്കെ നോക്കി അങ്ങനെ ഇരുന്ന് അപ്പോഴാണ് ഓർമ്മ വന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി. ഞാനിന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ ഷെഫിക്കാട് അനിയൻ വന്നിട്ട് അവനക്ക് ദോശയാണ് ഇഷ്ടം. അപ്പോൾ ദോശയും അതിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റ്യൂ ആട്ടോ ഉണ്ടാക്കിയത്. നല്ല കോമ്പിനേഷൻ ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. ഫറാൻ മോന് നീക്കണങ്കാട്ടി മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അങ്ങനെ ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആദ്യം ഞാൻ ഷെഫീക്കാടെ സൗണ്ട് കേട്ട് പിന്നാലെ അതാ വന്നിരിക്കുന്ന നമ്മളുടെ ഫറാനും. അങ്ങനെ അവരുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ അവർ കളിയിലാണ്. എന്നാൽ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ട് പോവാണ്. അപ്പോൾ അവനെ പല്ല് തേപ്പിക്കാൻ വേണ്ടിയിട്ട് ഷെഫിക്കാരനോട് പറഞ്ഞിട്ട് ഞാൻ നേരെ പിന്നെയും ദോശ ചുടാൻ വേണ്ടി പോയിട്ടോ. കാരണം ഇക്ക വീട്ടിലുള്ള ദിവസങ്ങൾ എനിക്ക് കുറച്ചും കൂടി പണി എളുപ്പമായിട്ടാണ് തോന്നാറ്. കാരണം ഫറാനുട്ടനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇക്ക കൂടെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് കഴിഞ്ഞു പോയിക്കോളും. അപ്പോൾ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഫുഡും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ കഴിയും ചെയ്യും. അല്ലെങ്കിൽ എല്ലാം കൂടി നേരം വൈകും. കാരണം എണീക്കാനും നേരം വൈകിയ കാരണം എല്ലാം നേരം വൈകും. അതുകൊണ്ട് ഞാൻ ഇക്കാടെ കേട്ടോ പറഞ്ഞത് ഫുഡ് കൊടുക്കാം. അപ്പോൾ ഇക്ക ഫറാനിട്ടന് ഫുഡ് കൊടുക്കണം. അപ്പോൾ അവർ ഇങ്ങനെ കളിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ അവൻ ഫുഡ് കഴിക്കുകയാണ്. പൊതുവേ ഫറാനുട്ടന് ബോൾസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കളർഫുൾ ബോൾസ് ആണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി. അവനതിങ്ങനെ കളേഴ്സ് പറഞ്ഞിട്ടും പിന്നെ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടിരിക്കാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കും നമ്മൾ ആപ്പ എണീച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഫിക്കാടെ അനിയനെ കുട്ടികൾ വിളിക്കുന്നതാട്ടോ ആപ്പാന്ന്. അപ്പോൾ അവൻ ചായയൊക്കെ കുടിച്ച് അവരവിടെ നിന്ന് എണീച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ചെമ്മീൻ ബിരിയാണിയുടെ ഓൾറെഡി ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കാണണേ. അപ്പോൾ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അർഷു എന്നാട്ടോ അനിയൻ്റെ പേര്. അവന് ഓൾറെഡി ബിരിയാണി കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ തക്കത്തിൽ അർഷു ഫറാനും കൂടി കളിയൊക്കെ തുടങ്ങിയിരുന്നു. ഇന്ന് ഇവർ രണ്ടാളും കൂടെ ഉള്ള കാരണം ഫറാനിന് ഭയങ്കര സന്തോഷമാണ്. അവൻ്റെ കൂടെ കളിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട്. പിന്നെ അവൻ അങ്ങനെ അവരുടെ കൂടെ കളിയൊക്കെ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ ബിരിയാണി സെറ്റായിട്ട് ഞങ്ങൾ ബിരിയാണി വിളമ്പി ഫുഡ് അടിക്കാൻ പോവാട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. നല്ല മസാലയും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചെമ്മീൻ ബിരിയാണിൻ്റെ റെസിപ്പി ഒന്ന് നോക്കണേ. നല്ല പൊള്ളിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇവർ ഈ ബിരിയാണി കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം കാണാൻ പോവാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഫിലിം കാണാൻ പോയി. ആ തക്കത്തിൽ ഞാൻ എൻ്റെ ഫറാനുട്ടനെ ഉറക്കി. അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ചെടികളെ ഒന്ന് നോക്കാൻ വന്ന്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ റോസ് പൂവിൻ്റെ ചെടിയും അതുപോലെ തെച്ചിപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുതിയൊരു റോസ് ചെടി വാങ്ങിച്ചിട്ടു. അത് വൈറ്റ് കളറാണേ. പിന്നെ ഞാൻ നേരത്തെ കണ്ട എന്താണെന്ന് വെച്ചാൽ സ്പ്രിംഗ് ഒനിയൻ ആട്ടോ, അതും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ റോസ് പൂവിൽ പുതിയ റോസ് പൂ വിരിഞ്ഞു. പിന്നെ എൻ്റെ ഇത് വീണ്ടും ഉണ്ടായതാട്ടോ ഈ തെച്ചിപ്പൂവ്. അപ്പോൾ പിന്നെ പുതിയൊരു മൊട്ടും കൂടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ എൻ്റെ ചെടികളൊക്കെ നന്നായി വരുന്നുണ്ട്. ഞാൻ പിന്നെയും കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് തക്കാളിയുടെ വിത്ത് വെറുതെ ഒന്ന് വിതറി നോക്കിയതാണേ. അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് മുളച്ച് വന്ന്. അതേപോലെ തന്നെ നമ്മളുടെ ഈ പുതിനയുടെ ഇല നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ തണ്ട് ഉണ്ടാവുമല്ലോ, തണ്ട് നമ്മൾ പൊതുവെ എടുക്കാറില്ല. അപ്പോൾ ആ തണ്ട് ഞാൻ വെറുതെ കുത്തി കൊടുത്തപ്പോൾ അതും നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രാത്രി ആയപ്പോൾ അവ വീണ്ടും തിരിച്ച് ചെന്നൈയിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ അപ്പോൾ അവന് ട്രെയിൻ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന്
ഉച്ചക്ക് നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ രാത്രി കുറച്ച് ലേറ്റ് ആക്കിയിട്ടാട്ടോ കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ വീണ്ടും അർഷോപ്പാനെ കൊണ്ടാക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവൻ പോയി. ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിട്ടോ. ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് തന്നെ പോവുകയാണ്. ഫറാനട്ടന് പൊതുവേ ലിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്പേഴ്സ് കാണണമല്ലോ, അപ്പോൾ അതിങ്ങനെ അവൻ എണ്ണാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ്, പിന്നെ കാണാം കേട്ടോ.